ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. കൂട്ടുകാരെ, ഞാൻ താമസിക്കുന്നിടത്തേ ഇത് കണ്ടോ, ഞാൻ താമസിക്കുന്നതിൻ്റെ സൈഡിൽ ആ മതിൽ നമ്മൾ അപ്പുറത്ത് സെമിത്തേരിയ, പള്ളിയുടെ സെമിത്തേരിയ, അവിടെ നിൽക്കുന്ന ഒരു വട്ടമരമാണ് ഇത്. രണ്ട് ചെറിയ വട്ടമരം നിൽക്കുക. അതിൻ്റെ ലീഫെല്ലാം കൊഴിഞ്ഞിപ്പുറത്തോട്ടാണ് വീഴുന്നത്. ഇതെല്ലാം തൂത്തുവാരുന്നൊരു ജോലി എനിക്കാണ്. ഞാൻ ദിവസവും ഇതെനിക്കൊരു പണിയാണ് തൂത്തുവാരൽ. അപ്പം നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്യും. ഇവിടെ ദേ പഴം മുല്ല എന്ന് പറയുന്നൊരു മരം നിൽപ്പുണ്ട്. ഇതാ കണ്ടോ, അതിലോട്ട് ഇതിൻ്റെ ലീഫെല്ലാം കൂടെ വീണ് തങ്ങി നിൽക്കുന്ന കണ്ടോ. ഇതെല്ലാം കാറ്റും മഴയും വരുമ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞ് താഴെ വീണിട്ട് എനിക്ക് നല്ലൊരു പണിയാണ്. രാവിലെ ഇറങ്ങി മുറ്റമൊക്കെ തൂക്കുന്നത് നല്ലൊരു ജോലിയാണ്. കണ്ടോ, എപ്പോഴും എനിക്ക് നല്ല പണിയാണ്. അതാ കണ്ടോ, ഇതിലെല്ലാം ആ വട്ടയുടെ ലീഫാണ് ഈ കൊഴിഞ്ഞ് വീണിട്ട് തങ്ങി നിൽക്കുന്നത്. അപ്പം ഞാൻ പല പ്രാവശ്യം അവിടെ ആ പള്ളിയിലുള്ളവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ഇതൊന്നും ഈ മരം മുഴുവനും വെട്ടിയില്ലേ, ഇങ്ങോട്ട് നിൽക്കുന്ന ശാഖയെങ്കിലും ഒന്ന് മുറിച്ച് തരാൻ പറഞ്ഞു. കുറച്ച് ബ്രാഞ്ചസ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത് നമ്മുടെ മുറ്റത്തോട്ട്. അപ്പോൾ അതൊന്ന് വെട്ടി തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ശല്യം ഒഴിവായി കിട്ടിയാൽ, നമുക്ക് ഈ ഒരു ജോലി കുറഞ്ഞ് കിട്ടിയാൽ. എനിക്കാണെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം, ഭയങ്കര കഷ്ടപ്പാടാണ്. എപ്പോഴും മുറ്റം ക്ലീൻ ചെയ്യാനും നമ്മൾ ചെടികൾ മെയിൻറ്റെയിൻസ് ചെയ്യാനും നമുക്ക് നേരമുള്ളൂ. അത് നമുക്ക് ഈ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് വരുന്ന ശല്യങ്ങൾ കൊണ്ടാണ്. ഞാനിവിടെ ഒരു കരിക്കിട്ട് കുടിക്കാൻ ഒരു തെങ്ങ് നട്ടതാണ്. ആ തെങ്ങ് വേണ്ട ചാഞ്ഞ് 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 വെയിൽ കിട്ടുന്നില്ല. ഈ മരത്തിൻ്റെ ബ്രാഞ്ചസ് നിൽക്കുന്നുണ്ട്, അത് പേടിച്ച് ചാഞ്ഞതാ വീടിനകത്ത് കയറി, നമ്മുടെ വീടിനകത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് കാഫലം കിട്ടേണ്ട സമയമായി തെങ്ങിന്. ഞാൻ 2 പ്രാവശ്യം ഫെർട്ടിലൈസർ കൊടുത്തു, മൂന്നാമത്തെ കൊടുത്തില്ല. കാരണം സൺലൈറ്റ് ഇല്ലാതെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. സൺലൈറ്റാണ് അത്യാവശ്യം. ഇതാ കണ്ടോ, ഇതെല്ലാം ഇവിടെ കുറേ മരങ്ങൾ ഇന്നെല്ലാം നമ്മുടെ ഹൗസ് ഓണർ അതെല്ലാം വെട്ടി മാറ്റി അവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിലാക്കി തന്നു. ഇത് കണ്ടോ, മതിലൊക്കെ വിണ്ട് നിൽക്കുക. അവരുടെ മതിലാണ്. അത് ഈ മരം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വേരുമെല്ലാം ഇങ്ങോട്ട് വരുമല്ലേ, മതിലിൻ്റെ തൊട്ടടുത്താണ് ഈ മരം നിൽക്കുന്നത്. അവർക്ക് തന്നെ ബുദ്ധിമുട്ട്. ഞാനതൊക്കെ അവിടുത്തെ ഒരു മെമ്പറിനെ വിളിച്ച് ചൂണ്ടിക്കാണിച്ച് കൊടുത്തതാണ്. എത്രയും വേഗം വെട്ടി മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ വെട്ടി മാറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇരിക്കുന്ന ബ്രാഞ്ചസ് എങ്കിലും അല്ല, അവർ പറഞ്ഞു മൊത്തം വെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അത് വെട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ വെട്ടിയില്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ടാകട്ടെ കൂട്ടുകാരെ. ഞാനിപ്പോൾ രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ ഇടാമെന്ന്. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ജീവിക്കുക. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അങ്ങനെ വേണം നമ്മുടെ ലൈഫ്. ഓക്കേ.